കൊല്ലം നിലമേലിലെ സ്കൂൾ ബസ് അപകടത്തിൽ ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. സ്കൂളിന്റെ ഗുരുതര വീഴ്ചയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തേക്കും. കണ്ണനായരുണ്ട് വിവരങ്ങളുമായി. കണ്ണനായർ, വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചില ചരടൊക്കെ ഉപയോഗിച്ച് കെട്ടിവച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളും. ഇത്രയധികം അപകടാവസ്ഥയിലുള്ള ഒരു വാഹനമാണ് കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമായത് എന്നതിലും ഒരു സംശയമുണ്ട്. വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്ക് മനസ്സിലായത് അത് നേരത്തെ മെയ് മാസം അവസാനമാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്കായി എത്തിച്ചത്. ആ സമയത്ത് ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായിരുന്നില്ല. പരമാവധി ഒരു മാസം മുമ്പായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കയർ ഉപയോഗിച്ച് ഇത് കെട്ടിവെച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് ബസ് ഉയർത്തി നേരെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ സമീപത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാവുക. ഇന്നലെ പ്രാഥമിക പരിശോധന മാത്രമാണ് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലു നടത്തിയത്. ഇന്ന് വിശദമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകും. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ എത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അവരിൽ നിന്ന് വിശദീകരണം തേടും. എന്ത് തന്നെയായാലും ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കും. അപ്പം തന്നെ ഡ്രൈവർക്ക് 72 വയസ്സുണ്ട്. അദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലുള്ള ആളാണോ എന്ന് കൂടി പരിശോധിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കണമെങ്കിൽ ആ നടപടിയിലേക്ക് തന്നെ പോകും. മൊത്തം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുമായി പോകുന്ന ഒരു വാഹനമാണ്. ആ വാഹനമാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്താതെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് എത്തിച്ചത്.